ഞാൻ പ്രധാനമന്ത്രിക്ക് ഒരു മെമ്മറാണ്ടം കൊടുക്കാൻ പോയതാ. അതെന്റെ ആവശ്യപ്പെട്ട പിണറായിയെ പോലെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ ഞാൻ വെച്ചിട്ടുണ്ടോ? ഇത് ഉണ്ടോ? എന്നെ രക്ഷിക്കാൻ സ്വർണ്ണക്കടത്തിൽ പോയിട്ടില്ല. ഈ പള്ളിവാസലിൽ ഈ ദാമം കേസിന് ഞാൻ പോയിട്ടില്ല. പിന്നെ എനിക്ക് ഇങ്ങനെ കെട്ടിപ്പിടിക്കേണ്ട ആവശ്യം ഒന്നും വന്നിട്ടില്ല. ഇനിയും ഞാൻ പോകും. അതെനിക്ക് പകല് ഞാൻ എല്ലാ പാർട്ടിയുടെ ആളാ. ഈ പിണറായിയുടെ വിളിച്ച് പകല പാർട്ടിയിലും പോയി. അത് രാത്രിയിൽ നിന്നില്ല പകലിൽ നിന്ന് ഏത് സമയത്ത് വിളിച്ചാലും പോയി. അത് ഈ അനാവശ്യങ്ങൾ വിളിച്ചിറക്കരുത്. ഞാൻ പെൻഷൻ മേടിക്കുന്നുണ്ട്, എനിക്ക് നാണയില്ലായിരുന്നു. പാവപ്പെട്ട ഒരു പെൻഷൻ മേടിക്കുന്ന പിണറായിയുടെ സ്ത്രീധനാണോ ഞാൻ കൊടുക്കുന്നത്? അതാ അറിയണ്ട. ഈ പിണറായിയുടെ പമ്പർന്നോ തീടിയ മക്കളുടെ അല്ല കള്ളക്കടത്തിന് പോയ തുറന്ന് ഞങ്ങൾ മേടിക്കാറുണ്ടോ? ആ മാസപ്പടി മേടിച്ചു. ആ മാസപ്പടിയിലാണോ ഞങ്ങൾ പെൻഷൻ ചോദിക്കണേ? ഇവിടെ ജനങ്ങളുടെ നികുതി മേടിക്കണേ. ആ കാശ് മതി ഞങ്ങൾക്ക്. അല്ല, ഞങ്ങളൊന്നും ചോദിക്കുന്നില്ല. ഇത് പിണറായിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടൊന്നും ഒന്നുമല്ല. ജനങ്ങളുടെ അവകാശം മാത്രമേ ചോദിച്ചു. ഞാനൊരു ചിന്താവ് വിളിച്ചില്ല, ഒരു കൊടി പിടിച്ചില്ല. ഞാൻ ജാഥയ്ക്ക് ഇറങ്ങി. എന്നെ കൊണ്ട് ഇത്രയും കൊള്ളരുതായ്മ ഇറക്കിയത് ഈ CPM ഗുണ്ടകളാണ്. ഈ ഗുണ്ടകൾ. അപ്പോൾ ഈ പിണറായി ഈ യൂണിഫോമാരെ തയ്ച്ചു വെച്ചേക്കാം പോലീസുകാരുടെ. കണ്ണൂര്, കുറുവടി ഇതെല്ലാം കൊടുത്തിരിക്കുക. ജനങ്ങളുടെ നീതിക്കാശ ഇതെല്ലാം. ഇവന് ഇറങ്ങി പോകുമ്പോൾ ഇത് ആർക്ക് കൊടുക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ കണ്ണൂർ തയ്ച്ചു വെച്ചാൽ ആർക്ക് കൊടുക്കും? ഞാൻ ചോദിക്കണ അനേകം പാർട്ടി ഇവിടെ ഭരിച്ചിട്ടുണ്ട്. ഇതുപോലെ വൃത്തിയായിട്ടാ ഭരണം ഉണ്ടായിട്ടില്ല. കള്ളക്കടത്താറിന് ഇവിടെ ഭരിച്ച മന്ത്രിമാരുടെ ജോലി. അതെയോ? ഇതൊക്കെ ഞാൻ വിളിച്ചു പറയണത്. അല്ല, എനിക്ക് ഒരു പാർട്ടിയല്ല സ്വതന്ത്രനായിട്ടായി ഒരുത്തരുമില്ല. ഈ പിണറായി ഒഴിച്ച് ഏത് പാർട്ടി വിളിച്ചാലും ഞാൻ പോകും. എനിക്ക് ഇന്ന പാർട്ടിയൊന്നും രാത്രിയിലോ പകലോ ഇന്നോ കമ്മിയൊന്നുമില്ല. ഇവർ പറയണ രാത്രിയിൽ ഞാൻ കോൺഗ്രസ്, പകല് BJP. ഇത് അവരുടെ തൊഴിലാണ്, എൻ്റെ തൊഴിലല്ല. ഞാൻ ഒരു കൊള്ളയടിച്ചിട്ടില്ല. ഞാൻ ഇന്നും പാവപ്പെട്ട എനിക്കൊരു വീട് വരെയില്ല. കൊള്ളയടിച്ചിട്ടില്ല. പിന്നെ ഇവർ പറഞ്ഞാൽ കൊള്ളയടിച്ചെന്ന് പറഞ്ഞാൽ ഈ പിണറായിയും കൂട്ടർക്ക് ഒരു മാടം പോലും ഇല്ലാത്തവരാ ഇപ്പൊ കൊട്ടാരം പണിയിരിക്കണേ. ഒരു പാവങ്ങളെ രക്ഷിക്കാൻ കയറിയതാ. ഒരു ചിന്താവായെന്നായിരുന്നു തൊഴിലാളി പഠിക്കാൻ തൊഴിലാളിയാണോ അപ്പ? ആരാ തൊഴിലാളി? പുറകെ നടന്നവർ. ഇതെല്ലാം ഇവരെന്തിനാണ് നമ്മളെ കൊണ്ട് പറയപ്പെടുന്നത്? ഇപ്പൊ അന്നത്തെ തെണ്ടി നടന്നവരൊന്നും വലിയ രാജകൊട്ടാരാ. പാവങ്ങളെ സഹായിച്ചോ? അന്ന് ഉള്ളത് ഇങ്ങോട്ട് ഇല്ലാതെയാവുക. ഇതായിരുന്നു ഞങ്ങൾക്ക് അന്നുള്ളത്. ഇവർ വക്കറ്റ് വീര് നടത്തി. ഇതോരും കടകൾ തകർത്തെന്നറിയാമോ? ഇവർക്ക് 10,000 കുറഞ്ഞ് വക്കറ്റ് വീരുമില്ല. എത്ര കടകൾ തകർത്തും എത്ര കമ്പനി തകർത്തും. ഇതൊക്കെ ആർക്ക് വേണ്ടിയാന്നാ ഞാൻ ചോദിക്കണം. പിണറായിയുടെ അപ്പൊ ഇവിടുത്തെ രാജാവാന്ന് പറഞ്ഞു. ഞാൻ പറയണത് ഈ പിണറായിയെ കണ്ടു കഴിഞ്ഞാൽ എത്ര സത്യവാനായിട്ടാണ് ഞാൻ ജീവിക്കണത് ഇന്നുവരെ. അതുകൊണ്ട് പാവങ്ങളെ നന്നാക്കാൻ കയറിയ പിണറായിയും ഗുണ്ടകളും ദൈവത്തോർത്ത് ഞങ്ങളെ ഉച്ചരിച്ച് ഈ കൊള്ളവർത്താനം പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഈ പോലീസിന് ഇന്നാതെ അധികാരം കൊടുത്താരാ? ഈ തലക്കെട്ട് പെൺപിള്ളേരുടെ ആ ജാഥയിൽ എത്ര പെൺപിള്ളേരുടെ വസ്ത്രം വെച്ച് കീറി പോലീസുകാർ? വസ്ത്രം വെച്ച് കീറിയില്ല. അത് പരിച്ച് ഏതെങ്കിലും മന്ത്രിമാർ ചെയ്യിച്ചുണ്ടോ? വസ്ത്രം പെണ്ണുങ്ങളുടെ പെൺപിള്ളേരുടെ ശരീരത്തോടുണ്ട് അധികാരം. ഈ പോലീസുകാർക്ക് എന്നാ ജോലി? ഇവർക്ക് അധികാരമുണ്ടോ? ഞങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുക. എത്ര പെൺപിള്ളേരോ എത്ര പെണ്ണുങ്ങളെ തല്ലി. ആ കൊച്ചിനെ കോളേജിൽ കുത്തിക്കൊന്നു ഒരു കൊച്ചൻ. അതിൻ്റെ അമ്മേനെ ഈ പോലീസ്, വനിതാ പോലീസ് ആ കോടതിയെ മിറ്റത്തോടെ വെച്ചുകൊണ്ട് കൊടുത്തില്ലേ? ഞാൻ കണ്ടത്. ഇവരെന്നാ പറഞ്ഞ ഈ വനിതാ പോലീസിനെ ഏൽപ്പിച്ചേക്കണേ. അപ്പം നമ്മുടെ അവകാശപ്പെടാൻ പറ്റില്ല. ആ കൊച്ചിൻ്റെ അമ്മയുടെ കണ്ണീര് എങ്ങും പറയുന്നാണോ പറഞ്ഞേ? അപ്പം ആ കൊച്ചിൻ്റെ അമ്മേനെ ഇത് വെച്ചുകൊണ്ട് നടക്കണൊക്കെ എൻ്റെ കണ്ണീർ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ എന്ത് കാര്യം പറയാൻ പറ്റുമെന്നാ പറയാൻ? പെൻഷൻ ചോദിക്കാൻ പാടില്ല. നമ്മുടെ കൊഞ്ഞു കൊച്ചങ്ങളെ കൊന്ന് പീഡിപ്പിച്ച് അതിനെ ചോദിക്കാൻ പാടില്ല. വഴിയാ പോണ പെണ്ണുങ്ങളെ പിടിച്ചോണ്ട് പോവുക, അത് ചോദിക്കാൻ പാടില്ല. പിന്നെ നമ്മൾ എന്നെ ഇനി ചോദിക്കണേ? ഇതൊക്കെ എനിക്ക് പറയാനുള്ളത്. ഇതിൽ കോൺഗ്രസ് ആണോ BJP ആണോ RSS ആണോ എന്ന് അത് ഈ പിണറായിക്ക് മാത്രമാണ്. എനിക്കറിയില്ല. ഞാൻ ഒറ്റയ്ക്ക് അറിഞ്ഞല്ല. ഇവരാരും പറയാൻ കണ്ടില്ല. ഇപ്പം ഇവരിങ്ങനെ പറയും. ഇപ്പം ചെറിയാൻ പറയണം ഞാൻ ചെകിരി പിടിച്ചതാണ്. അപ്പം ഇയാളുടെ പെണ്ണുമ്പോൾ ആരായും മാറ്റി അടിച്ചാൽ കൊണ്ട് ചെകിരി കൊണ്ടുവന്ന് എനിക്ക് അങ്ങനെ കാണിച്ച് പറയണമെന്നാണ് ചെറിയാൻ പറഞ്ഞില്ല. ചെറിയ അപ്പം അത് കൂട്ടാണ് മത്രമാർക്ക് കിട്ടുന്നത്. എനിക്ക് പണിയൊന്നുമില്ല. ഞാൻ ഇവിടെ വേണ്ടി എല്ലാവർക്കും വേണ്ടി. അപ്പം ഞാൻ ചോദിക്കണേ, ഈ വാളയാറിൻ്റെ ഈ മുഖ്യമന്ത്രി ഇതുവരെ അത് അന്വേഷിച്ചിട്ടുണ്ടോ? അതിന് സാക്ഷി വേണമെന്ന് പറയുന്നത്. എന്തിനാ സാക്ഷി? ഈ 2 വാലടിച്ചൊക്കെ ജനതകടെ ചാടിപ്പോണം സകല ജനങ്ങളാണ്. സാക്ഷി അത് CPM
അത് ഉണ്ടാക്കിച്ചതിനെ എത്തിക്കാൻ പറ്റിയത്. അപ്പൊ പിന്നെ ഇറങ്ങിയത് ഞാനിങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഇപ്പൊ പലരും വിജയിച്ചു. രാത്രി കോൺഗ്രസ് ആകുന്നു. അപ്പൊ പലരും ഞാൻ കാണിച്ചു തരാം. ഞാനാണ് പ്രധാനമന്ത്രി. ആ പ്രധാനമന്ത്രി ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടുള്ളൂ. ഉണ്ടായി കെട്ടിപ്പിടിച്ചാൽ തന്നെ ഞാൻ കാണിച്ചു തരാം. ഉണ്ടാക്കി കൊടുത്ത മാറ്റിയാൽ കാണിച്ചാൽ അണ്ണാ ഒന്ന് മാറണ ഞാൻ ഞാൻ പാമ്പ് അരി കിട്ടുന്നില്ല, വെള്ളം കിട്ടുന്നില്ല. പിള്ളേരെ പൊടിക്കും ഈ ജാതിക്ക് പോണ പിള്ളേരുടെ കഥ ഇതിന്റെ എല്ലാ ആവശ്യത്തിന് ഞാൻ പ്രധാനമന്ത്രി